കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് പിടിക്കും. ഡോക്ടർ ഉടൻ സ്ഥലത്തെത്തും. മരുന്ന് എത്തിച്ചു. ആനയുടെ വായിലേറ്റ പരിക്ക് സാരമുള്ളത് എന്നാണ് വിലയിരുത്തൽ. തീറ്റ എടുക്കാതെ ക്ഷീണിതനായ നിലയിലാണ് ആനയുള്ളത്. വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമായ രീതിയിലാണോ ആനയുള്ളത്? മൂർത്തി, ആന ഇപ്പോൾ ശാന്തനാണ്. അതായത് നേരത്തെ വെള്ളമൊക്കെ ഒഴിച്ച് നൽകിയിരുന്നു ആനയ്ക്ക്. അങ്ങനെ ആനയെ ശാന്തനാക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആനയുടെ വായിലുള്ള പരിക്ക് ഗുരുതരമാണ്. വായിൽ മുറിവുണ്ട്, വ്രണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആന തീറ്റ എടുക്കുന്നില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങളായി എന്നതാണ് മനസ്സിലാക്കുന്നത്. തീറ്റ എടുക്കാത്തതുകൊണ്ട് തന്നെ ആന ക്ഷീണിതനാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയെ ഇവിടെ നിന്നും തുരത്തി ആർല ഫാമിലേക്ക് കൊണ്ടുപോകുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. ആന അങ്ങനെ പോകാൻ തയ്യാറാകുകയുമില്ല എന്നതാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം വെറ്റിനറി ഡോക്ടർ അടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തും. ഇവിടെ എത്തി ആനയെ മയക്കുവെടി വെച്ച് വാഹനത്തിൽ കയറ്റി മുത്തങ്ങയിലേക്കോ മറ്റോ കൊണ്ടുപോകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കുങ്കിയാനകളുടെ ഒന്നും സഹായം ആവശ്യമില്ല. കാരണം 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാനയാണ് ഇവിടേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള വാഹനത്തിൽ കയറ്റി, അതായത് ലോറി വന്നിട്ടുണ്ട്, ആ ലോറിയിലേക്ക് മരമൊക്കെ മുറിച്ച് അതിനൊരു കവചമൊക്കെ തീർത്ത് വാഹനത്തിനുള്ളിൽ കയറ്റിക്കൊണ്ടു പോകാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഏതായാലും ഇന്ന് രാവിലെയാണ് ആനയെ കണ്ടത്. ഇന്നലെ രാത്രിയും ആന കീഴ്പള്ളി മേഖലയിൽ, അതായത് ആർളം ഫാമിനോട് ചേർന്നുള്ള കീഴ്പള്ളി എന്ന ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു. ആന അവിടെ നിന്ന് തുരത്താൻ ശ്രമിച്ചു. പക്ഷേ ആന പിന്നീട് കരിക്കോട്ടക്കരിയിലെ കൂമൻ തോടുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ കൂമൻ തോടുന്ന സ്ഥലത്തേക്ക് ആന എത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊരു പൂർണ്ണമായും ജനവാസ മേഖലയിലാണ്. ആളുകൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന. ജനവാസ മേഖലയിൽ ആരെങ്കിലും ഈ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ചത് മൂലം ആനയ്ക്ക് പരിക്ക് പറ്റിയതാണെങ്കിൽ അതിന്മേലൊരു അന്വേഷണം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ആനയുടെ വായിലെ മുറിവ് അത് പടക്കം കടിച്ച് പൊട്ടിയ സമയത്തുണ്ടായ മുറിവാണ് എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. പക്ഷേ ഈ ഡോക്ടർമാരെത്തി ആ മുറിവ് പരിശോധിക്കേണ്ടതുണ്ട്. മുറിവ് പരിശോധിച്ച ശേഷം മാത്രമേ എത്ര ആഴത്തുള്ള മുറിവാണ്, എങ്ങനെയാണ് ഈ മുറിവ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു അനുമാനം എന്ന നിലയ്ക്കാണ് ഇത് പടക്കം പൊട്ടി ഉണ്ടായതാകാം എന്ന് കരുതുന്നത്. മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് പൊട്ടിയത്, എവിടെ വെച്ചാണ് പൊട്ടിയത്? ഒരു പക്ഷേ ഈ പറയുന്ന കൈതച്ചക്കയ്ക്കുള്ളിൽ ഞാനും വെച്ച ഈ പടക്കമാണോ, അല്ലെങ്കിൽ ഈ എറിയുന്ന പടക്കം, ആനയെ തുരത്തുന്ന സമയത്ത് എറിഞ്ഞ പടക്കം പൊട്ടാതെ അത് ആന കടിച്ചു പൊട്ടിയാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീടായിരിക്കും വ്യക്തമായ പരിശോധന നടത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആനയുടെ മുറിവ് ഗുരുതരമാണ്. തീറ്റ എടുക്കുന്നില്ല, ആനയെ തുരത്താൻ കഴിയുന്നില്ല. കാരണം ഈ ആർളം ഫാമിലേക്ക് ഇവിടെ നിന്നും ധാരാളം കിലോമീറ്റർ ദൂരമുണ്ട്. അവിടേക്ക് ആന പോകണമെങ്കിൽ ജനവാസ മേഖലയിലൂടെ പോകാൻ കഴിയുള്ളൂ. അത്രയും പോകാനുള്ള ശാരീരിക ക്ഷമതയില്ല, അവശനാണ് ആന. അപ്പോൾ സ്വാഭാവികമായും ആനയെ പിടികൂടി മുത്തങ്ങയിലേക്കോ മറ്റോ മാറ്റുവാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം വെറ്റിനറി ഡോക്ടർ ഇവിടെ എത്തും. ലോക്കൽ വെറ്റിനറി സർജനും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരിക്കും ആനയെ പിടികൂടി കൊണ്ടുപോകുക. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ആന ശാന്തനാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. ജനവാസ മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ എത്തുന്ന സമയത്ത് ഈ ആശങ്ക ആളുകൾക്കുണ്ട്. ശരി ഫെലിക്സ്, ഏതായാലും ആനയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതാം. ആന അവശ്യ നിലയിലാണുള്ളത്. ഭക്ഷണം കഴിക്കാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദവിവരങ്ങളാണ് ഫെലിക്സ് നൽകിയത്.